വേണമെന്ന് വിചാരിച്ചാൽ ഇത്ര ഉള്ളു പരിപാടി. ഈ ഒരു ഫ്ലൈ ഓവറിന്റെ പണി പെട്ടെന്ന് തുടങ്ങുകയും ചെയ്തു. അതേപോലെ നല്ല വേഗത്തിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനുള്ളത് ഫറൂഖ് ചെറുവണ്ണൂർ ഭാഗത്താണ്. ഇവിടെ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്. ഗതാഗതക്കുരുക്കിന് പരിഹാരമായിട്ട് ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്. 800 മീറ്റർ നീളത്തിൽ 17 മീറ്റർ വീതിയിൽ 4 വരിയിലാണ് ഇവിടെ ഈ ഒരു ഫ്ലൈ ഓവർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ ബ്ലോക്കാണ് ചെറുവണ്ണൂർ കോയാസ് ഭാഗത്തുള്ളത്. ഈ ഒരു ഫ്ലൈ ഓവർ വരുന്നതോട് കൂടിയിട്ട് ബ്ലോക്കിന് ഏതായാലും പരിഹാരമാകും. വെറും ഫ്ലൈ ഓവർ മാത്രമല്ല, നമ്മൾ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിലൊക്കെ കാണുന്നത് പോലെ ഡക്റ്റുകളും ഡ്രെയിനേജ് ഒക്കെ പ്രത്യേകം നിർമ്മിച്ചിട്ട് ഈ ഒരു ഹൈടെൻഷൻ കേബിളൊക്കെ മണ്ണിനടിയിലൂടെയാണ് ഇനി പോവുക. അപ്പൊ അങ്ങനെയുള്ള ഒരു നിർമ്മാണമാണ് ഫറൂഖ് ചെറുവണ്ണൂർ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നല്ല തിരക്കാണ് ഇപ്പോൾ. പാലത്തിന്റെ നിർമ്മാണത്തിന് മുമ്പ് അതിനേക്കാളേറെ തിരക്കായിരുന്നു. അതുകൊണ്ടല്ലേ ഈ ഒരു ചെറുവണ്ണൂർ ഭാഗത്ത് ഫ്ലൈ ഓവർ ആവശ്യമായിട്ട് വന്നത്. ഏതായാലും 15 തൂണിലായിട്ടാണ് ഈ ഒരു 800 മീറ്റർ നീളമുള്ള പാലം വരുന്നത്. 24 മീറ്റർ ആണ് ഒരു സ്പാന്റെ ലെങ്ത് കേട്ടോ. ഏതായാലും പാലത്തിന്റെ പണികൾ നല്ല വേഗത്തിലാണ് നടക്കുന്നത്. മാർച്ച് ആകുമ്പോഴത്തേന് തീരുമെന്ന് കരുതുന്നു. ഏതായാലും ഈ ഒരു ഫ്ലൈ ഓവർ വരുന്നതോട് കൂടിയിട്ട് ചെറുവണ്ണൂർ കോയാസ് ഭാഗത്തുള്ള ഗതാഗത കുരുക്കിന് നല്ലൊരു പരിഹാരം കാണാൻ പറ്റും. പാലത്തിന്റെ പണി കഴിഞ്ഞിട്ടാന്നുണ്ടെങ്കിൽ അടിയിൽ അടിപൊളി പാർക്കും ഉണ്ടാവും.